ലജൂസിന്റെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ ഗായത്രി ഏൽപ്പിച്ചു. മുൾമുനയിൽ എന്ന പോലെയാണ് അൽത്താഫും നാസറും ഇരുന്നത്. ഇടയ്ക്കിടെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നവനെ ഗായത്രി അരിപോടെ നോക്കി. എടോ, താൻ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല. ലക്ഷ്മിക്ക് ആക്സിഡന്റ് പറ്റിയെന്നതുകൊണ്ട് അവളെ യൂട്രസിന് യാതൊരു തകരാറുമില്ല. പിന്നെ ആ സമയത്തും പിന്നീടൊക്കെ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതേ തുടർന്നൊക്കെ ഉണ്ടായ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ടാവണം ഇത്രയും വൈകിയത്. എന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അവളുടെ സഹോദരന്മാർ വരുത്തി തീർത്തതാണെന്നാണോ? ചോദിക്കുമ്പോൾ അവന് നെഞ്ചി വേദനിച്ചു. അതാവാനാണ് സാധ്യത. കാരണം ഈ റിപ്പോർട്ടുകളിലൊന്നും ലക്ഷ്മിപ്രിയയ്ക്ക് അമ്മ അവൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുമില്ല. നിങ്ങളെ മാരേജ് കഴിഞ്ഞ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടിയിരുന്നു. എങ്കിൽ ഇത്രയും വൈകില്ലായിരുന്നു. പിന്നെ ഒരുപാട് വൈകിയെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ 25 വയസ്സൊക്കെ ആയിട്ടേ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഗായത്രി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നാസറിന്റെ ചുണ്ടിലും നിറച്ചീര് തന്നെയായിരുന്നു. എൻ്റെ പാത്തുവിനോട് ആരും നീതി കാണിച്ചില്ല അല്ല ഡോക്ടറെ. എൻ്റെ കൊച്ച് എന്ത് പാവാണെന്നറിയോ? അതിനെ ഇത്രയും വേദനിപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ചവർക്ക് കൂട്ടുന്ന ദൈവത്തോട് പോലും എനിക്ക് ദേഷ്യം തോന്നും. അൽത്താഫ് പല്ല് കടിച്ച് പിടിച്ച് പറയുമ്പോൾ ആദിത്യനും അഭിജിത്തുമായിരുന്നു അവൻ്റെ ഉള്ളിൽ. അൽത്താഫ്, താനിപ്പോൾ ലച്ചുവിനെ ഹാപ്പിയാക്കി വെക്കുക. നല്ല പാട്ടുകൾ കേട്ടും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും സന്തോഷവതിയാക്കി വെക്കണം. പിന്നെ ഫുഡ് ഇത്തിരി ശ്രദ്ധിക്കണം. സ്കാനിങ്ങിൽ കുഞ്ഞിന് ആവശ്യത്തിന് ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ലക്ഷ്മിക്ക് തീരെ വെയിറ്റ് കുറവാണ്. 44 കിലോയേ ഉള്ളൂ. അപ്പോൾ നന്നായി ഫുഡ് കഴിപ്പിക്കണം. ചിലപ്പോൾ ക്ഷീണം ഛർദിയൊക്കെ ഉണ്ടാകും. എങ്കിലും കൂടെ ഇരുന്ന് അവളെ നോക്കണം. നല്ല റെസ്റ്റ് വേണം. എന്ന് വെച്ച് എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ നോക്കാനോ പാടില്ലെന്നല്ല. കടുത്ത ജോലികൾ വെയിറ്റ് ഉയർത്തിയെടുക്കുന്നതൊക്കെ പിന്നെ ഞാൻ പറയാതെ അറിയാലോ. ആദ്യത്തെ 3 മാസം കഴിയും വരെ തൽക്കാലം ഫിസിക്കൽ റിലേഷൻ ഒഴിവാക്കണം. അത് കഴിഞ്ഞ് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. പറഞ്ഞിട്ട് ഗായത്രി ഇരുവരെയും നോക്കി. ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്ന പോലെ. ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടറെ. എൻ്റെ പാത്തുവിൻ്റെ വയറ്റിൽ 3ഓളം സർജറി കഴിഞ്ഞ് മുറിപ്പാടുണ്ട്. വയറ് വലുതാകുമ്പോൾ അതിൽ വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമോ? അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തേക്കാൾ തൻ്റെ പാതിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വേദനയുടെ സങ്കടത്തോടെ ആകാംക്ഷയോടെ തിരക്കുന്നവനെ ഗായത്രി സ്നേഹത്തോടെ നോക്കി. അൽത്താഫ്, ഈ 20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയും. ഇതുവരെയുള്ള ലക്ഷ്മിയുടെ റിപ്പോർട്ട് വെച്ച് അവൾക്കൊരു കുഴപ്പവും ഒന്നിലുണ്ടാകില്ല. പിന്നുള്ളത് ദൈവത്തെ ഏൽപ്പിക്കണം. ഞങ്ങൾ ഓരോ തവണ ലേബർ റൂമിൽ കയറുമ്പോഴും ആ ശക്തി മുറുക്കെ പിടിച്ചു തന്നെയാണ് പോകുന്നത്. ഇതുവരെ എന്നെ കൈവിട്ടിട്ടില്ല. നിങ്ങളും പ്രാർത്ഥിക്കും, ഒന്നും ഉണ്ടാകില്ല. സന്തോഷത്തോടെ ചെന്ന് ആ കുട്ടിയോട് പുറത്ത് കാത്തു നിൽക്കുന്നവരോടും പറയൂ, ഞാൻ പാത്തുവിനെ കാണാലോ. ട്രിപ്പൊക്കെ തീർന്നു. ആഴത്തിരി ഉറങ്ങിപ്പോയി. ഇപ്പൊ തന്നെ കൊണ്ടുപോകാം കേട്ടോ. ലച്ചുവിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഫയലിലാക്കി അൽത്താഫ് പിന്നെ ഗായത്രിയെ നോക്കി ചിരിച്ചുകൊണ്ട് നന്ദിയും പറഞ്ഞ് ലച്ചുവിൻ്റെ അരികിൽ പോയി. നാസർ പുറത്ത് ജമീലയ്ക്ക് അരികിലും എത്തി. ഡോക്ടർ എന്ത് പറഞ്ഞേക്കോ? എൻ്റെ മോൾക്ക് എന്തു പറ്റിയതാ? കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. ജമീലയുടെ ഇപ്പോഴും ആ മിഴിയിൽ നനവുണ്ട്. ഞങ്ങൾക്ക് ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഏകദേശം ലച്ചുവിൻ്റെ പ്രായമായിട്ടുണ്ടാകും. 25 വർഷമായിരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട്. ഓർത്ത് നിൽക്കുന്ന നാസറിൻ്റെ ചുറ്റിനും എല്ലാവരും എത്തിയതും. പറയിക്കൂ മോൾക്ക്. ലച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ലടി. പിന്നെ കൊച്ചിന് എന്തു പറ്റിയതാണ്? അതാ ചെക്കൻ പറ്റിച്ച പണിയാണ്. പതിയെ ജമീലയ്ക്ക് കേൾക്കാൻ പാകത്തിന് നാസർ പറഞ്ഞു. നിങ്ങളൊന്ന് തെളിച്ചു പറയും മനുഷ്യ. വെപ്രാളത്തോടെ ജമീല നാസറിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഇബ്രാഹിം, ഐഷുമയും അക്ബറുമൊക്കെ നാസറിനെ നോക്കി. ജമീലെ, നീ ലച്ചുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പടച്ചവനോട് കേട്ടത് എന്താണോ അത് കിട്ടി. എന്താ? നാസർ അത് പറഞ്ഞും അടഞ്ഞു പോയ ശബ്ദത്തിൽ ജമീല ചോദിച്ചു. നീ ഒരു ഉമ്മൂമ്മയാകാൻ പോന്നൂന്ന്. പടച്ചോനെ! അയാളത് പറഞ്ഞതും നെഞ്ചിൽ കൈവച്ച് കണ്ണുനീരോടെ ജമീല വിളിച്ചു. ബാക്കിയുള്ളവർ കേട്ടത് സത്യമോ മിഥ്യോ എന്നറിയാതെ പകച്ചു നിന്നു. പാത്തുമോ, അലോസിന്റെ കുഞ്ഞ് ഉറക്കാണോടാ? അവൾ കരികിലിരുന്ന് പാറി പറന്ന് കിടക്കുന്ന തലമുടി ചെവിക്ക് പിന്നിൽ ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ട് അൽത്താഫ് ചോദിച്ചു. ക്ഷീണത്തോടെ ലച്ചു എഴുന്നേറ്റിരുന്നു. പാത്തുമോ? വെറിയാർന്ന വലുത് കൈകൊണ്ട് ആ വയറിൽ തലോടി അൽത്താഫ്. എന്താ അലോസേ, എന്തിനാ സങ്കടം? എനിക്ക് വയറുവേദന ഒന്നുമില്ല. അവന്റെ കയ്യിൽ പിടിച്ചു ലച്ചു. ആർത്ത് കരഞ്ഞുകൊണ്ട് അവനെ ആ മുഖം കൈകളിൽ കോരിയെടുത്തു. തെരുതെരെ മുത്തി അടുത്തുന്ന സിസ്റ്റർ ചാമറോടെ മുഖം തിരിച്ചു നിന്നു. എന്താ ലൂസേ? അവന്റെ ആ ഭാവത്തിൽ അവൾക്ക് പേടി തോന്നി. ഇവിടെ നമ്മുടെ വാവയുണ്ട് പാത്തുമോ. നമ്മുടെ ജീവൻ ഇവിടെ. ബാക്കി പറയാൻ പോലും കഴിയാതെ പേടി തട്ടിയതുപോലെ വിളറി വെളുത്ത് പകച്ചിരിക്കുന്ന പെണ്ണിനെ വരിഞ്ഞ നെഞ്ചിൽ ചേർത്ത് വലത് കൈകൊണ്ട് ആ വയറിൽ അരമയുടെ തലോടി വിങ്ങിക്കരഞ്ഞു അൽത്താഫ്. ഇല്ല, എനിക്ക് ലച്ചുവിൻ്റെ ദേഹവും ശബ്ദവും ഒരുപോലെ വിറച്ചു. ചുമ്മാ പറഞ്ഞതാണ്. ആരോ പറ്റിച്ചതാണ് ലൂസേ. അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറി ആ മുഖം പിടിച്ചുയർത്തി അവൾ. മുഖവും കണ്ണും ചെമ്പരത്തി പൂ പോലെ ചുവന്നിരിക്കുന്നു. വെറുതെ അല്ലടാ പൊന്നെ, സത്യമാണ്.
എൻ്റെ പെണ്ണിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഹോർമോൺ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പീരിയഡ്സ് കറക്റ്റ് ആകാത്തത്. ഇനി എൻ്റെ പാത്തുമ്മയുടെ ഈ കുഞ്ഞു വയറിൽ നമ്മുടെ പൊന്നുമോളോ മോനോ ഉണ്ട്, സത്യമാണ്. അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നവൾ സ്വയം വയറിലൊന്ന് നോക്കി, പിന്നെ വിറയ്ക്കുന്ന കൈകൊണ്ട് തലോടി, പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരിൽ പുഞ്ചിരിച്ചു. അലുസേ, എന്നെ ഇനി ആരും മച്ചിയെന്ന് വിളിക്കൂല അല്ലേ? പാഴ്ജന്മം എന്നും പറയൂല അല്ലേ? ചോദിച്ചുകൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു. സന്തോഷിക്കേണ്ടതിന് പകരം ഇവിടെ നിന്ന് കരയുവാണോ രണ്ടാളും കൂടെ? ഡോക്ടർ ഗായത്രി അകത്തേക്ക് വന്ന് ചോദിച്ചു. എൻ്റെ പാത്തുവിന് വിശ്വാസമില്ല ഡോക്ടറെ, ഈ വയറിൽ കുഞ്ഞുവാവയുണ്ടെന്ന് പറഞ്ഞത്. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് അൽത്താഫ് ഡോക്ടറോട് പറഞ്ഞത്. ലക്ഷ്മി, താൻ ഭാഗ്യവതിയാണ് കേട്ടോ. ഇതുപോലൊരു പാതിയെ തന്നതിന് ദൈവത്തിനോട് നന്ദി പറയണം. ഡോക്ടർ പറഞ്ഞതിനെ ലച്ചു അവരെ നോക്കി അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ മൂളി. അതെ, ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്ന് ഫുഡ് കഴിക്കാനെന്നൊക്കെ ഞാൻ പറയാതെ അറിയാലോ. അടുത്ത തവണ വരുമ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടാവണം കേട്ടോ. ഞാൻ കഴിച്ചോളാം, ലച്ചു സമ്മതിച്ചു. പിന്നെ ഇരുവരും ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ വയറിൽ തുടിച്ചു തുടങ്ങിയ ജീവനെ ശ്രദ്ധിച്ചെന്ന പോലെ വയറിൽ ഒരു കൈ താങ്ങി വളരെ പതിയാണ് ലച്ചു നടന്നത്. അവൾക്കൊപ്പം ചേർന്നവനും. മോളെ ലച്ചുട്ടാ, എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം പടച്ചും കണ്ടു. ഓടിച്ചെന്ന് ലച്ചുവിൻ്റെ അരികിലെത്തിയ ജമീല ലച്ചുവിനെ വാരി പുണർന്ന് ഉമ്മ വെച്ചു. ഉമ്മയുടെ പൊന്നു മോളെ നീ സങ്കടപ്പെടലേ? ഇല്ലല്ലോ, എൻ്റെ സങ്കടമൊക്കെ പോയി ഉമ്മേ, നമുക്ക് വാവ വരാൻ പോവല്ലേ? ജമീലയും കെട്ടിപ്പിടിച്ചു വിതുമ്പി കരഞ്ഞുകൊണ്ട് ഇരു കൈകൊണ്ടും വയറിൽ ലച്ചു പറഞ്ഞു. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നാസർ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് നിറക്കിൽ ഉമ്മ വെച്ചു. ഇബ്രാഹിം അക്ബറും നിറമിഴിയോടെ അവൾക്ക് അരികിൽ വന്ന് നിന്നു. ആ തലയിൽ തൊട്ട് തലോടി. പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ ലച്ചുവിനോട് സംസാരിക്കണമെന്നറിയാതെ ആയിഷുമ മുഖം പൊത്തി കരഞ്ഞുപോയി. ഉമ്മുമ്മ, ലച്ചു അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു. എൻ്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കടി കുഞ്ഞേ. കണ്ണുനീരോടെ അവളുടെ മുഖമാകെ ഉമ്മ വെച്ചു അവർ. ഇതൊക്കെ കണ്ടെന്ന അൽത്താഫ് അവരിൽ നിന്നും നോട്ടം മാറ്റി. ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചത്, എല്ലാവരും എൻ്റെ ലച്ചുവിനെ അംഗീകരിക്കണം, സ്നേഹിക്കണം, അത് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഈ നിമിഷം പടച്ചവനെല്ലാം തന്നു. ഈ സന്തോഷം ഇതൊന്നും നിലനിൽക്കണേ, അത്ര മാത്രമായിരുന്നു അവൻ പ്രാർത്ഥിച്ചത്. ഇങ്ങനെ നിന്നാലോ? പോകണ്ടേ വീട്ടിലേക്ക്? കൊച്ചിനെ ഒരുപാട് നേരം ഇങ്ങനെ നിർത്തണ്ട. നാസർ പറഞ്ഞതും അൽത്താഫ് ഒന്ന് ലച്ചുവിനെ കോരിയെടുത്തു. അയ്യേ വിട്ടേ അലൂസേ, നാണക്കേട്, ദേ എല്ലാവരും നോക്കുന്നു, പ്ലീസ് വിടുവോ? എൻ്റെ പെണ്ണ്, എൻ്റെ ജീവൻ, എൻ്റെ ജീവൻ്റെ ജീവനെ ചുമക്കുന്ന പെണ്ണിനെ ഞാൻ എടുത്തെന്ന് വെച്ച് ലോകം ഇടിഞ്ഞൊന്നും വീഴില്ല. അതിന് ഒരു നാണക്കേടും വേണ്ട കേട്ടോ കുഞ്ഞിപ്പാത്തുമോ. അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവളുമായി കാറിനരികിലേക്ക് നടന്നു അൽത്താഫ്. പ്രിയത്തിലെത്തി ലച്ചു കാറിലും ഇറങ്ങിയതും അൽത്താഫ് അവളെ പിടിച്ചു നിർത്തി. ഇവിടെ നിന്നേ പാത്തുമ്മ, ഇങ്ങനെ ഓടിയിറങ്ങി എവിടെ പോവാ നീ? ചോദിക്കാനിൽ ലച്ചുവിനെ ഉയർത്തിയെടുത്തിരുന്നു അൽത്താഫ്. ഇത് കണ്ട് സീറ്റോട്ടിരുന്ന നസീമയുടെ മുഖം കാർത്തു. അവരെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവളുമായി അൽത്താഫ് ഹാളിലേക്ക് കയറി. ഇവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നസീമ പാഞ്ഞു വന്ന് അവനോട് ചോദിച്ചു. ലച്ചു സങ്കടത്തോടെ അവരെ നോക്കിയിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ എൻ്റെ ആരാണ്? അക്ബർ കൈ ഓങ്ങിയതേ എല്ലാവരും കണ്ടോളും. എന്തോ പറയാൻ ലച്ചുവിൻ്റെ അരികിൽ പാഞ്ഞു വന്ന നസീമ അടികൊണ്ട് നിലവിളിച്ച് വീണതും എല്ലാവരുടെയും നോട്ടം മാറ്റിക്കളഞ്ഞ് ലച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു. നിങ്ങളെന്നെ അടിച്ചല്ലേ? എൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരൻ നോക്കി നിറക്കിയ എന്നെ. മിണ്ടരുത്, നീ 4 ആൺകുട്ടികൾക്ക് മിടിലെ ഒരേ ഒരു പെൺകുട്ടിയല്ല എന്നോർത്ത് നിന്നിങ്ങനെ വളർത്തി ഇല്ലാതാക്കിയത് ഞാനും കൂടെയാണ്. അതുകൊണ്ടാണ് നീ കണ്ട തെമ്മാടിത്തരം മുഴുവനും ആ കുഞ്ഞിനോടും പറഞ്ഞു എന്നറിഞ്ഞിട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടത്. എങ്ങാനും നന്നാകുമെങ്കിൽ നന്നാവട്ടെ എന്നോർത്ത്. പക്ഷെ ഇപ്പോഴും നീ തെളിയിച്ചു നീ ഒരിക്കലും നന്നാവില്ലെന്ന്. ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു മനുഷ്യനായി നല്ലൊരു സ്ത്രീയായി ഉമ്മയായി നീ മാറിയെന്ന് എനിക്ക് മനസ്സിലാകും വരെ നിന്നെ ഇനി ചെമ്പൂത്ത് വീട്ടിൽ കാണരുത് എൻ്റെ കൺമുന്നിലും. ഇബ്രാഹിം അടക്കാനാവാത്ത ദേഷ്യത്തോടെ നസീമയോട് പറഞ്ഞു. ആയിഷുമയും നാസറും നേരത്തെ മുഖം തിരിച്ചതുപോലെ ഇരുന്ന് അക്ബറും അവരെ നോക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്തില്ല. എന്നാൽ ലച്ചു മാത്രം ദയനീയമായി എല്ലാവരെയും നോക്കിയിരുന്നു. അലോ മോനെ, നീ ഇവരൊക്കെ പറഞ്ഞ കള്ളം വിശ്വസിക്കാതെ, ഇവൾക്കൊരിക്കലും അമ്മയാവാൻ പറ്റില്ല. നിർത്ത്, പോ എൻ്റെ കൺമുന്നിൽ നിന്ന്. ഇനി നിങ്ങളെന്നെ ഇനി മോനെന്ന് വിളിക്കരുത്. നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ പാതു അവളെയും സ്നേഹിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ അവളെ എന്തായാണ് കണ്ടതെന്ന് അതൊരിക്കലും ഞാൻ പോർക്കൂല, വെറുപ്പാണ് എനിക്ക്. പറയുമ്പോൾ നാസിമയ്ക്ക് നേരെ ചൂണ്ടി വിരൽ പോലും വിറച്ചു. അല്ലോ, ഞാൻ നിന്റെ ഉമ്മയാണ്. നീ എന്നോടിങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എൻ്റെ ജീവിതത്തിൽ ചെയ്ത് ഒരു മകനോട് ഒരമ്മ ചെയ്യാൻ പാടുള്ളതാണോ? ഞാൻ നിന്റെ നന്മയ്ക്ക് ചെയ്തതാണ് അല്ലു. എന്തോ എങ്ങനെ? കണ്ടവൻ്റെ കൊച്ചിനെ വരെ നിങ്ങൾ എൻ്റേതാക്കി. അറിയാതെയല്ല, അറിഞ്ഞോണ്ട്. പിന്നെ നിങ്ങളെൻ്റെ പെണ്ണിനെ എൻ്റെ കൂടെ കഴിഞ്ഞതിൻ്റെ കൂലി കൊടുത്തു.
അകത്തേക്ക് പാഞ്ഞു പോയി അൽത്താഫ് ലച്ചുവിന്റെ അലമാരിൽ നിന്നും എല്ലാം വലിച്ചു വാരി താഴെയിട്ടു. അതിന്റെ ഉള്ളിൽ നിന്നും അവൾ ഭദ്രമായി സൂക്ഷിച്ച ആ ചെക്ക് അവൻ വലിച്ചെടുത്തു. നാസിമിക്ക് അരികിൽ വന്നവൻ അവിടെ മുഖത്തേക്ക് അത് വലിച്ചെറിഞ്ഞു. മതി, ഇവിടെ കഴിഞ്ഞ് നിങ്ങളുടെ മകൻ എന്നുള്ള അവകാശവാദം. ഇനി മോനെന്നും വിളിച്ചു വരരുത്, വെറുത്തു പോയി ഞാൻ നിങ്ങളെ. അലുസ വേണ്ട. അൽത്താഫ് അലറി പറയുമ്പോൾ അവനെ തടഞ്ഞു ലച്ചു വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നു. അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ഒന്നും പറയല്ലേ എന്ന പോലെ തലയിറക്കി. നീ പോയി പാത്തുമ്മ, റൂമിലേക്ക് പോയിക്കോ. ഉമ്മി, ഇവളെ കൊണ്ടുപോയിക്കോ. അടക്കാൻ കഴിയാത്ത ദേഷ്യത്തോടെ അൽത്താഫ് ജമീലെ നോക്കി പറഞ്ഞു. വേണ്ട ലൂസേ, ഉമ്മ എന്തേലും പറയട്ടെ, എനിക്ക് സങ്കടമൊന്നുമില്ല, വഴക്ക് വേണ്ട. അൽത്താഫിന്റെ നെഞ്ചിൽ പതുങ്ങി മുഖം അമർത്തി ലച്ചു വിതുമ്പി. കൊച്ചിനെ വിഷമിപ്പിക്കലു, നീ മോളെ കൂട്ടി റൂമിലേക്ക് പൊയ്ക്കോ. ഇവിടെ എന്താ വിടുന്നെന്ന് നിന്റെ ബാബി നോക്കും. ചെല്, അവളെ കരയുന്നത് കണ്ടില്ലല്ലോ. നാസർ അൽത്താഫിനോട് ദേഷ്യപ്പെട്ടു. അവൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി. കരയില്ലേ പാത്തുമോ, നമ്മുടെ ബാബയും വിഷമിക്കും വേണേ. വാതിലടച്ച് അവളെ വാതിൽ ചേർത്ത് നിർത്തി അവളുടെ മുഖം ഇരു കൈയിലും പൊതിഞ്ഞു പിടിച്ചു. ആ നെറ്റിയിൽ മുത്തി. ഇതിന്റെ അമ്മ പെണ്ണിന്. പിന്നെ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന അൽത്താഫ് ആ വയറിൽ കൊതിയോടെ നോക്കി. ബാപ്പിയുടെ പൊന്ന് വേഗം പറഞ്ഞേ, അമ്മയും ബാപ്പിയും കാത്തിരിക്കുക. ആ ധാവണീഷോട് മാറ്റി നഗ്നമായ ആ വയറിൽ ചുണ്ടമർത്തി മുത്തം വെച്ചു. അതേ വാത്സല്യത്തോടെ പറഞ്ഞു. പിന്നെയും പിന്നെയും മതി വരാതെ മുത്തുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ തുളുമ്പിപ്പോയി. കുഞ്ഞിന് വേണ്ടി എൻ്റെ അലസ് ഇത്രയേറെ ആഗ്രഹിച്ചിരുന്നോ? ചോദിച്ചില്ല ലച്ചു. അവന്റെ തലമുടിയിൽ അരുമയുടെ തലോട് നിന്നതേയുള്ളൂ. എൻ്റെ കുഞ്ഞു പാത്തുമ്മ ആദ്യം ഒന്ന് ഫ്രഷായി. രാവിലെ ഇട്ട ഡ്രസ്സല്ലടാ, വാ ഞാനും വരാം. അവൻ അവൾക്ക് കുളിച്ചു മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവളെ ചേർത്ത് പിടിച്ച് ബാത്റൂമിൽ കയറി. ഇനി എൻ്റെ അല്ലൂസ് വയ്ക്കോ, ഞാൻ കുളിച്ചോളാം. വേണ്ട വേണ്ട, നീ ഇവിടെ അനങ്ങാതെ നിന്നേ, ബാക്കിക്ക് ഞാൻ നോക്കിക്കോളാം. അയ്യേ അലുസെ, പ്ലീസ് പ്ലീസ്, എനിക്ക് നാണാവും. ലച്ചു ചമ്മലോടെ പറഞ്ഞിട്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു. അതെ, എൻ്റെ പാത്തുമ്മ ഇത്രയും നാണിക്കാൻ ഞാൻ കാണാത്ത തൊടാത്ത നുകരാത്ത എന്തായി ദേഹത്തുള്ളത്? അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് ചൂണ്ടുവിരൽ കൊണ്ട് ആ മുഖം ഉയർത്തി അവൻ ചോദിച്ചു. നോക്കി നിൽക്കെ ചോര ഇരച്ചു കയറിയ ആ മുഖം ചുവക്കുന്നത് അതിശയത്തോടെ അവൻ കണ്ടു. അരുമയുടെ ചുവന്ന കീഴ്ചുണ്ടിൽ അൽത്താഫ് തള്ളവിരൽ കൊണ്ടെന്ന് തഴുകി. പിന്നെ അവളുടെ മുഖത്തേക്ക് മുഖം താഴ്ത്തി ആ ചുണ്ടവൻ നുണഞ്ഞെടുത്തു. ഇടത് കൈ കൊണ്ട് ആ പിൻതലയിൽ ചേർത്ത് പിടിച്ചു. വലത് കൈ കവൾ പിടിച്ചുണ്ടവൻ ആ ചുണ്ട് നോവിക്കാതെ നുണഞ്ഞുകൊണ്ടിരുന്നു. ഏറെ നേരം അവളെ നോവിക്കാതെ ആ തേൻ നുകർന്നുകൊണ്ടിരുന്നു. മതി, അവനെ തള്ളി മാറ്റി കിതപ്പോടെ ലച്ചു പറഞ്ഞു. അൽത്താഫ് മതി വരാതെ അവളെ കൊതിയോടെ നോക്കിക്കൊണ്ട് ആ ചുണ്ട് പതിയെ തുടച്ചു കൊടുത്തു. തളർന്നോടാ? നെഞ്ചിൽ പതുങ്ങി ചേർന്ന് ശ്വാസം വലിച്ചു വിടുന്നവളെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ലെന്ന മൂളി അവളെ അവൻ കഴുത്തിലും മുഖത്തിലുമൊക്കെ ചുംബിച്ചുകൊണ്ടിരുന്നു. ഇറങ്ങുന്നില്ല ഇനി, നീ അവിടെ നിൽക്കരുത്. നാസി നിന്നെ വേർത്തു പോകുവാണ്. ഞാൻ ഒരിക്കൽ നീ എന്നെ ജമീലെ ഇതുപോലെ വാക്കുകൾ കൊണ്ട് കൊന്നിട്ടുണ്ട്. സുറമ്മയെ കൊണ്ടുവന്നതുപോലെ നിന്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് ഞങ്ങളെ പിരിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി എന്തായാലും ലക്ഷ്മികൾക്കൊരു അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്ത് ഞാനും ഇവളും ഇവിടെ ഉണ്ടാകും. ഇനി നിന്റെ പ്രകടനത്തിൽ ഞങ്ങൾ ആരും വീഴില്ല. നിന്ന് കാല് കഴിക്കാതെ പോകാൻ നോക്ക്. നാസർ അർത്ഥം മുറിച്ച് പറഞ്ഞു. ഇനി എന്താണ്, ഇറങ്ങുമല്ലേ? അക്ബർ നസീമിന്റെ അടുത്ത് വന്ന് മുറുകിയ മുഖത്തോടെ ചോദിച്ചതും പിന്നെ വേറെ വഴിയില്ലാതെ അയാൾക്കൊപ്പം ഇറങ്ങി. നാസറായി, എൻ്റെ അറിവോടെയല്ല ഇവളിതൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് അല്ലുവിനോട് പറയണേ. ഞാൻ പിന്നെ വന്നോളാം. കാറിനടുത്തേക്ക് വന്നിട്ട് തിരിഞ്ഞിന്ന് നാസറിനോട് പറഞ്ഞു അക്ബർ. അളിയൻ പോയിട്ട് വാ, അവനോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ വേറൊന്നും വേണ്ടാതെ കാറിലേക്ക് കയറി കാർ പ്രിയത്തിന് വീട്ടിലേക്ക് ഓടിച്ചു പോയി അയാൾ. ഉമ്മ എന്താ ഇവിടെ? അവൾക്കൊപ്പം പോകാമായിരുന്നില്ലേ? ഹാളിലെ സെറ്റിൽ ഇബ്രാഹിമിന് അടുത്തിരുന്ന ആയിഷയോട് നാസർ ചോദിച്ചു. ഞാൻ ലച്ചുമ്പോളെന്ന് കണ്ടിട്ട് പോയിക്കോളാം. അതെന്തിനാ ലച്ചുവിനെ ഉമ്മ കാണുന്നത്? നാസർ മുഷിയോടെ ചോദിച്ചു. നാസറെ, നിന്റെ ഉമ്മ എന്തെങ്കിലും നിനക്ക് ഒരു കുഞ്ഞില്ലെന്നും പറഞ്ഞ് നിന്റെ പെണ്ണെ മാറ്റി നിർത്തിയിട്ടുണ്ടോടാ? എൻ്റെ പെണ്ണെ മാറ്റി നിർത്തിയില്ല, പക്ഷേ ലച്ചുമോളെ മാറ്റി നിർത്തിയില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെമ്പൂത്ത് തറവാട്ടിൽ ഈ 3 വർഷവും നടന്നു. അതിൽ എന്തിനൊക്കെ അൽത്താഫിൻ്റെ പെണ്ണുണ്ടായിരുന്നു? അതോടെ ബാപ്പ പറയണം. ഇബ്രാഹിമും കൂടെ മറുപടി ഏതുമില്ലാതെ നാസറിനെ നോക്കി. മിണ്ടാതെ നിൽക്കാൻ എന്ന പോലെ ജമീല കണ്ണൊട്ടുന്നുണ്ട്. ഇവിടെ അയാൾ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. മക്കളെ, നീ പറഞ്ഞത് ശരിയാണ്. ജമീലെ ചേർത്ത് പിടിച്ചതുപോലെ ലച്ചുമോളെ ഞാൻ ചേർത്ത് പിടിക്കണമായതും എന്തോ കഴിഞ്ഞില്ല എന്ന് വെച്ച് അതുങ്ങളെ അകറ്റി നിർത്താനോ പിരിക്കണമെന്നോ ഇന്ന് വരെ ഉമ്മ ചിന്തിച്ചിട്ടില്ലടാ. ഇന്ന് പോലും ഞാൻ പ്രസവിച്ച ആ വിഷവിത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കുട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മരിച്ചു പോയ പോലെ തോന്നി. അവൾക്ക് വേണ്ടിയും കൂടി ഞാൻ കൊച്ചിനോട് മാപ്പ് ചോദിച്ചോളാം. എന്നാലും പോകാൻ പറയില്ലടാ. എൻ്റെ കുഞ്ഞിനെ ഞാനും കൂടെ നിന്ന് നോക്കണം. അതിൻ്റെ വലിയ ആഗ്രഹമാണ്. ഉമ്മുമ്മ. ലച്ചു അൽത്താഫിൻ്റെ കൈവിട്ട് വേഗം അവർക്കരികിലേക്ക് വന്നു. എന്താ പറയണേ? ഉമ്മമ്മ ആരും ഒന്നും പറയില്ല, ഇവിടെ നിന്നാ മതി എൻ്റെ ഉമ്മയുടെ കൂടെ.
ഐഷുമ്മയ്ക്കൊപ്പം ജമീലയും കെട്ടിപ്പിടിച്ച് ലച്ചു പറഞ്ഞു. മനസ്സ് നിറഞ്ഞൊരു ചിരിയുടെ ഇബ്രാഹിമിനും നാസറിനും ഒപ്പം അൽത്താഫും നോക്കി നിന്നു. രാത്രി സുഖമായി കിടന്നുറങ്ങുന്ന ലച്ചുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണുപൊലിഞ്ച് മതിയിരിക്കുവാണ് അൽത്താഫ്. വല്ലാത്തൊരു കൊതിയും ഇഷ്ടവും ഒക്കെ തോന്നും ഈ പെണ്ണിനോട്. അത് അടക്കി പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ പതിയെ ഒരു തൂവൽ കൊണ്ട് ഒഴിയും പോലെ ആ മുഖത്തും വയറിലും ഉമ്മ വയ്ക്കും. ഉറക്കം പോലും മാറി നിൽക്കുന്ന അവസ്ഥ. അവള് തഴുകിയും തലോടിയും ഉമ്മ വെച്ചും ഒക്കെ കിടന്ന് വെളുപ്പിന് എപ്പോഴാണ് അവൻ ഉറങ്ങിയത്? അടങ്ങിക്കിടക്ക് പാത്തുമോ, എവിടെ പോകാ നീ ഇപ്പോൾ എഴുന്നേറ്റ്? രാവിലെ ലച്ചുവിനെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖം ചേർത്ത് കിടക്കുവാണ് അൽത്താഫ്. അലുസേ, എന്തൊരു കിടപ്പാണിത്, ഇന്നലെ ഉറങ്ങിയില്ലേ? അവന്റെ തലമുടിയിൽ തലോടി അവൾ ചോദിച്ചു. ഉറങ്ങാൻ പറ്റുന്നില്ല പാത്തുമ, നിന്നെ കണ്ടിട്ടും മതി വരുന്നില്ല. പിന്നെതാ ഇവിടെ ഇങ്ങനെ മുഖം ചേർക്കുമ്പോൾ തഴുകാനൊക്കെ ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം. പറയുമ്പോൾ പോലും അവന്റെ ചുണ്ടും കൈകളും ആ വയറിൽ തഴുകി നടക്കുന്നുണ്ട്. അലുസേ, ഇത്രയേറെ മോഹിച്ചിരുന്നോ കുഞ്ഞുവാവയെ? ലച്ചു വേദനയോടെ അവന്റെ മുഖം പിടിച്ചുയർത്തി. അറിയില്ല, ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വാസം വന്നില്ല. പിന്നെ ഉറപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് നിന്റെ ആരോഗ്യമായിരുന്നു അറിയേണ്ടിയിരുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന്. ഇല്ലെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരോഗ്യത്തോടെ നീയും നമ്മുടെ കുഞ്ഞുവാവയും എൻ്റെ കൂടെ വേണം, അത് മതി എനിക്ക്. പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്ന് അവളെ ചുണ്ട് കവർന്നെടുത്തു അൽത്താഫ്. അയ്യേ, ഈ അലുസ് ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല, വൃത്തികേട്. അൽത്താഫിനെ തള്ളി മാറ്റി ലച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവൻ ചിരിച്ചുകൊണ്ട് ബെഡിൽ കമിഴ്ന്ന് കിടന്നു. അവളെ തലയിണെ ചുറ്റിപ്പിടിച്ച് കണ്ണുകളടച്ചു. ലച്ചു പല്ലൊക്കെ തേച്ച് ഫ്രഷായി വരുമ്പോൾ അവൻ ഉറങ്ങിയിരുന്നു. അവൾ അവനെ പുതപ്പിച്ച് കൊടുത്തിട്ടാണ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അല്ലു ഉണർന്നില്ല മോളെ? ഇല്ലുമ്മി, രാത്രി ശരിക്കും ഉറങ്ങില്ലെന്ന് തോന്നും. ഇപ്പം നല്ല ഉറക്കം, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. വേണ്ട, വിളിക്കണ്ട, അവൻ ഉറങ്ങട്ടെ. മോളെ ഇവിടെ ഇരിക്കെ, ഉമ്മി ചായ എടുത്തുകൊണ്ട് വരാം. ലച്ചുവിനെ കസാരയിൽ പിടിച്ച് ഇരുത്തിയിട്ട് ജമീല കിച്ചണിലേക്ക് പോയി. ജമീല ആ പഴം പുഴുങ്ങിയത് കൂടെ എടുത്തു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ആയിഷുമ്മ ജമീലയോട് വിളിച്ചു പറഞ്ഞു. ഉമ്മുമ്മ, ഉപ്പുപ്പയും മാമൻ എവിടെ പോയി? ഉപ്പുപ്പ പള്ളിയിൽ പോയി. നാസർ, ഞാനിവിടെ ഉണ്ട്. എടി കാന്താരി, ജമീല ഉമ്മയാണെങ്കിൽ ഞാൻ എങ്ങനെയടി നിനക്ക് മാമനാകുന്നത്? ഉപ്പാന്ന് വിളിച്ചു തുടയുമ്പോൾക്ക് ഇടർച്ചയുടെ നാസർ അത് ചോദിക്കുമ്പോൾ ലച്ചുവിന് ചായയും പഴവുമായി വന്ന ജമീലയ്ക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഒപ്പം ലച്ചുവിനും ആയിഷുമ്മയ്ക്കും. വിഷമിക്കല്ലേ, ഇനി ഞാൻ ഉപ്പയെന്നേ വിളിക്കൂ. ലച്ചു നാസറിന്റെ കൈകളിൽ മുറുക്കെ പിടിച്ച് പറയുമ്പോൾ എല്ലാവരും കരയുകയായിരുന്നു. ഇതെന്താ ഇവിടെ കരച്ചിൽ മഹാമഹം നടത്തുകയാണോ? എന്തു പറ്റി ഉമ്മുമ്മ? ഉണർന്ന് എഴുന്നേറ്റ് വന്ന അൽത്താഫ് എല്ലാവരും കണ്ണ് തുടയ്ക്കുന്ന കണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, ഇതേ സന്തോഷ കണ്ണുനീരാണ്, അല്ലാതെ സങ്കടമല്ല. നാസർ ലച്ചുവിന് നെറുകിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു. എനിക്ക് ഒരു ഉമ്മയൊക്കെ തരാം, എന്നെ ആർക്കും വേണ്ട, എല്ലാവർക്കും പാത്തുമ്മ മതി. അൽത്താഫ് കുറുമ്പോടെ പറഞ്ഞിട്ട് നാസറിന്റെ മൂക്കിൽ പിടിച്ചൊന്ന് വരച്ചു. ഇനി നിനക്ക് തന്നില്ലെന്ന് പരാതി വേണ്ട. നാസർ അൽത്താഫിനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മോതി. ആ, ഇപ്പൊ ഇത് മതി. അൽത്താഫ് കണ്ണിറക്കി ചിരിച്ചു. ലച്ചുമോൾ ചായ കുടിക്കുക, ഈ പഴവും കഴിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ മനം പുരട്ടും. ആയിഷുമ്മ പഴം കുഞ്ഞു കഷ്ണങ്ങളാക്കി കിണ്ണത്തിൽ വെച്ച് സ്പൂണും വെച്ച് ലച്ചുവിൻ്റെ അരികിൽ വെച്ച് കൊടുത്തു. അവിടുത്തെ ഓരോ കഷ്ണങ്ങളായി കഴിക്കാൻ തുടങ്ങി. നീ ചായ കുടിക്കും മോനെ, ഇന്ന് ഷോപ്പിൽ പോകുന്നുണ്ടോ? അവന് ചായ കൊടുത്തിട്ട് ജമീല ചോദിച്ചു. ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. സുറുമിയുടെ ഭർത്താവ് അവിടെ സർജറി കഴിഞ്ഞ് കിടക്കുവാണ്. ഇന്ന് ഡിസ്ചാർജ് ആകും. അപ്പോൾ അവരിന്ന് ഫ്ലാറ്റിലാക്കണം. ഇന്നലെ ഇവിടുന്ന് അവളുടെ ഉമ്മയും ബാപ്പയും കൂടെ അങ്ങോട്ടാണ് ചെന്നത്. ആകെ പ്രശ്നമായെന്നും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ ഇൻഫോം ചെയ്തവർ വന്നതിന് ശേഷം കുറേ ശാപമൊക്കെ കൊടുത്തിട്ടാണ് പോയതെന്ന്. ദുബായിൽ പോകാനുള്ള സമയമായോ അവർക്ക്? അടുത്ത ആഴ്ചയാണ് പോകേണ്ടത്. ആ, ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിയാൽ മതിയായിരുന്നു. ആയിഷുമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇനി കുഴപ്പമുണ്ടാകുമെന്ന് തോന്നും. പോലീസ് നന്നായി വിരട്ടിയാണ് വിടുത്തത്. ഇനി ഋഷിക്കോ സുറുമിക്കോ മുള്ളു കൊണ്ടാലും അതിന് കാരണക്കാർ അയാളായിരിക്കുമെന്നൊക്കെ ഋഷിയും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അടങ്ങും. എല്ലാം കൊള്ളാം. പിള്ളേരുടെ സന്തോഷത്തിന് കൂടെ നിൽക്കുന്നതിന് പകരം അതുങ്ങളുടെ സന്തോഷം ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് തല്ലിക്കെടുത്തുന്ന അപ്പനും അമ്മയും. നാസർ ദേഷ്യത്തോടെ പറഞ്ഞു. മുഴുവൻ കഴിക്കുമോളെ, ഇനിങ്ങനെ നുള്ളിക്കുറച്ചാൽ പറ്റില്ല. വയറ്റുള്ളത് ജീവന് എന്തൊക്കെ കിട്ടണോ അതൊക്കെ മോള് കഴിക്കുന്നതെന്നാണ് കിട്ടുന്നത്. പകുതി പഴം കഴിച്ചിട്ട് ബാക്കി വെച്ച് താളം ചവിടുന്ന ലച്ചുവിനോട് ഐഷുമ്മ പറഞ്ഞു. വയറ് നിറഞ്ഞു, ഇനി ഇത്തിരി കഴിഞ്ഞ് കഴിച്ചോളാം ഉമ്മുമ്മ. ലച്ചു വിഷമത്തോടെ പറഞ്ഞു. മതി, ഇത്തിരി കഴിഞ്ഞ് ഉമ്മ ഇന്നലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി വെക്കാം, വയറ് നിറയെ കഴിക്കണേ. ലച്ചുവിൻ്റെ കവൾ തലോടി ജമീല പറഞ്ഞു. കഴിക്കാം. ലച്ചുവും സമ്മതിച്ചു. ആ നിമിഷം അതും ആരും കൊതിക്കുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു.